ഉഷയുടെ ഹസ്കി വോയിസിന് ദശലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. എന്നാൽ അതേ ശബ്ദം കാരണം സ്കൂളിലെ സംഗീത ക്ലാസ്സുകളിൽ നിന്ന് പുറത്തിരുത്തിയ ഒരു കാലമുണ്ടായിരുന്നു. അഭിനയവും സംഗീതവും പെയിൻറ്റിങ്ങും ഒന്നും പഠിക്കാതെ തന്നെ അതാത് മേഖലകളിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ എത്തിയ കലാകാരന്മാർ ഒട്ടേറെയുണ്ട്. ദൈവം തന്ന വരദാനം എന്നൊക്കെ പറയുന്ന പോലെ അത്ഭുത പ്രതിഭകൾ. അത്തരത്തിലൊരു ഗായികയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ഗായികയ്ക്ക് ഇന്ന് തെന്നിന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ആരാധകരുണ്ട്. ആ മാന്ത്രിക ശബ്ദം ഇഷ്ടപ്പെടുന്നവരിൽ എല്ലാ തലമുറയിൽപ്പെട്ടവരുമുണ്ട്. തൻ്റെ അസാധ്യ പ്രതിഭ കൊണ്ട് ശ്രോതാക്കളുടെ ഹൃദയം കവരാൻ സിദ്ധിയുള്ള ഗായികയാണ് 76-കാരിയായ ഉഷ ഉദുപ്പ്. 1947 മുംബൈയിൽ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ഉഷ ഉദുപ്പ് ജനിച്ചത്. 19-ാം വയസ്സിൽ നൈറ്റ് ക്ലബ്ബുകളിൽ പാടിത്തുടങ്ങിയ അവർ ഇന്ന് 17 ഇന്ത്യൻ ഭാഷകളിലും 8 വിദേശ ഭാഷകളിലും പാടിക്കഴിഞ്ഞു. ഉഷയുടെ ഹസ്കി വോയിസിന് ദശലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. എന്നാൽ അതേ ശബ്ദം കാരണം സ്കൂളിലെ സംഗീത ക്ലാസ്സുകളിൽ നിന്ന് പുറത്തിരുത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ശബ്ദം ശരിയല്ലെന്ന് പറഞ്ഞാണ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം ലഭിച്ചിട്ടില്ല. റേഡിയോയിൽ കിഷോരി അമോങ്കറെയും ബഡേ ഗുലാം അലിയെയും കേട്ടാണ് ഗായികയാകണമെന്ന് ആഗ്രഹം ദൃഢമായത്. 1969 ചെന്നൈയിലെ 9 ജെംസ് എന്ന ചെറിയൊരു നൈറ്റ് ക്ലബ്ബിലായിരുന്നു ഉഷയുടെ കരിയർ തുടങ്ങുന്നത്. ഉഷയുടെ പാട്ട് കേൾക്കാനാണ് ക്ലബിലെത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വന്നു. പിന്നീട് കൊൽക്കത്തയിലെ നൈറ്റ് ക്ലബ്ബുകളിൽ പാടി. അവിടെ വെച്ചാണ് ജീവിത പങ്കാളിയായ ഉദുപ്പിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഡൽഹിയിൽ ഒബേറോയി ഹോട്ടൽസിലും ആ സ്വരം മുഴങ്ങിക്കേട്ടു. ഒരിക്കൽ ഒബേറോയി ഹോട്ടലിൽ പാട്ട് കേൾക്കാൻ വിജയ് ആനന്ദ്, ദേവാനന്ദ്, RD ബർമൻ, സഞ്ജയ് ഖാൻ, ശശി കപൂർ തുടങ്ങിയവരെത്തിയിരുന്നു. ആ ഗായികയെ ഇഷ്ടമായപ്പോൾ ശശി കപൂർ തൻ്റെ അടുത്ത ചിത്രമായ ബോംബോ ടാക്കിയിൽ 1970 പാടാൻ ഉഷയ്ക്ക് അവസരം നൽകി. 2 ഇംഗ്ലീഷ് പാട്ടുകളും ഹരിയോം തത് സത് എന്നീ ഗാനവും ഉഷ പാടി. ഇതോടെ ബോളിവുഡിൽ സജീവമായെങ്കിലും പ്രധാന വരുമാനം സംഗീത നിശകളിൽ നിന്നായിരുന്നു. മലയാളത്തിലെ പോത്തൻവാവ ഉൾപ്പെടെ ഒട്ടേറെ പ്രാദേശിക ഭാഷകളിലെ സിനിമകളിൽ അവർ അഭിനയിക്കുകയും ചെയ്തു. കനത്ത ശബ്ദത്തിൽ നായികമാർ പാടാറില്ലെന്ന പൊതുധാരണയാകാം സിനിമയിൽ കൂടുതൽ അവസരം ലഭിക്കാത്തതെന്ന് ഉഷ ഉദുപ്പ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സീനത്ത് അമൻ, തനുജ, റാണി മുഖർജി തുടങ്ങിയ നായികമാർക്കൊക്കെ തൻ്റെ സ്വരം നന്നായി ഇണങ്ങിയിരുന്നെങ്കിലും അവരുടെ ശബ്ദം കൂടുതൽ മധുരമായി ഗാനങ്ങളിൽ ഉൾപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിച്ചതെന്നും ഉഷ ഉദുപ്പ് പറഞ്ഞിരുന്നു. നിരവധി സംഗീത റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും ഉപദേശകയായും ഉഷ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ ഉഷ ടിൻ കാസിൽ അവതരിപ്പിച്ച ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു.